ശലോം സഹോദരങ്ങളെ, ശബാത്ത് ശലോം. ഇന്ന് ശബത്താണ്. നമുക്കറിയാലേ, വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ കർത്താവിൻ്റെ ശബത്താണ്. നമ്മളെല്ലാവരും അത് ആചരിക്കുന്നവരുമാണ്. ശബത്ത് എന്നത് നമുക്ക് ദൈവം തന്നിട്ടുള്ള ഗിഫ്റ്റ് ആണ് എന്നും, അതുപോലെ ശബത്ത് ദൈവവുമായിട്ട് നമുക്കുള്ള ഒരു അടയാളമാണ് എന്നെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ ഈ ശബത്ത് എന്ന അടയാളം ധരിച്ച നമ്മെ സാത്താന് തൊടാൻ പറ്റില്ല എന്നാണ് സത്യം. പക്ഷേ ഒരു ചെറിയ പഴുത് കിട്ടിയാൽ അവൻ അതിലൂടെ ഇഴഞ്ഞു വന്ന് നമ്മുടെ വിശ്വാസം തകർക്കാൻ നോക്കും. അപ്പോൾ നാം എന്ത് ചെയ്യണം? ചിലപ്പോൾ ജീവിത പ്രശ്നങ്ങളിലൂടെ ആകാം, അതും അല്ലെങ്കിൽ നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ ജീവിക്കുന്നവരാണല്ലേ. മുൻപ് പറഞ്ഞിട്ടുണ്ട് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡിനെ പറ്റിയൊക്കെ. അപ്പോൾ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ആ ഒരു ഞാൻ എന്താണ്, അപ്പോൾ ചിലപ്പോൾ ഒക്കെ ആ കോൺഷ്യസ് മൈൻഡ് കുറഞ്ഞു പോകുമ്പോൾ ഈ വക എന്താ പറയുക ദുർബലമായിട്ടുള്ള നിമിഷങ്ങളിലേക്ക്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കുറച്ച് ബാഡായിരിക്കുന്ന സമയത്ത്, അങ്ങനെയൊക്കെയുള്ള സമയത്താണ് അവനിങ്ങനെ ഇഴഞ്ഞു കയറി വരിക, നമ്മളിൽ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക അവൻ, അല്ലേ. അപ്പോൾ അതിനാൽ തന്നെ ശബത്ത് ആചരിക്കുന്ന നമ്മൾക്ക് ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ശബത്ത് ആചരിക്കുന്നവരാണ് ഞങ്ങളെ സാത്താനൊന്നും തൊടാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ബൈബിൾ വായനയോ പ്രാർത്ഥനയോ ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ ശബത്ത് കൂടുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ സാത്താന് പ്രശ്നം ഞങ്ങളുടെ അടുത്തേക്കൊന്നും വരത്തില്ല എന്ന് വിചാരിച്ച് കുറച്ച് ഉഴപ്പാൻ ശ്രമിച്ച, കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വ്യതിചലിക്കാൻ ശ്രമിച്ച ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് സാത്താന് സാത്താൻ അവസരം കൊടുക്കരുത്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് കൂടി ഞാൻ പറഞ്ഞു തരാം. അതായത്, നമുക്കറിയാലേ, പണ്ട് ദേവാലയത്തിൽ യാഗം കഴിക്കുക പതിവായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ശരീരമാണ് ദേവാലയം. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ നമ്മുടെ ശരീരമായ ദേവാലയത്തിൽ ദൈവത്തിനായിട്ട് യാഗം കഴിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ശരീരത്തിൽ എങ്ങനെയാണ് യാഗം കഴിക്കുക? അപ്പം അതായത്, ശരീരമാകുന്ന ദേവാലയത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് യാഗങ്ങളുണ്ട് ദൈവത്തിനായിട്ട്. അത് ദൈവവചനം വായിക്കൽ, ത്യാഗം, പ്രാർത്ഥന, ആരാധന, ആത്മീക ഗാനങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഹീബ്രു പാട്ടുകളൊക്കെ കേൾക്കുകയും അത് പഠിക്കുകയൊക്കെ ചെയ്ത സാത്താനിക ഇഴയിലൊക്കത്തെ വരാൻ പറ്റില്ല. അപ്പോൾ ആത്മീയ ഗാനങ്ങൾ പാടുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ എല്ലാ ദിവസവും ആബയോടുകൂടെ കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കാനായിട്ട് മാറ്റിവെക്കുക. എപ്പോഴും ആബയോട് വർത്താനം പറയുക. അപ്പോൾ ഇതൊക്കെയാണ് ആ യാഗങ്ങൾ. നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തിൽ ദൈവത്തിനായി നാം കഴിക്കേണ്ട യാഗങ്ങളാണ് ഞാനിതൊക്കെ പറഞ്ഞത്. അപ്പോൾ കർത്താവ് അടുത്തിരിക്കുമ്പോൾ അവിടുത്തെ അന്വേഷിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് അതിനൊരു സമയമുണ്ട്. ആ സമയത്തിനകത്ത് നമ്മൾ അന്വേഷിക്കണം. പിന്നെ ആകാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഞാനിപ്പോൾ പറഞ്ഞത് ശബത്ത് പിന്നെ ആചരിക്കാം എന്ന് കരുതുന്നവരോടാണ്. അതായത് നമ്മൾ ആബയുമായിട്ട് നല്ല ബന്ധത്തിലിരിക്കുന്ന ഒരു സമയമാണ് എങ്കിൽ ശബത്തില്ലാതെ അതൊരിക്കലും പൂർണ്ണമാകില്ല. ശബത്ത് എന്ന ദൈവമിട്ട അടയാളം ധരിക്കാതെ ദൈവസ്നേഹത്തിൽ പരിപൂർണത ആരും പ്രതീക്ഷിക്കേണ്ട. കാരണം ഇന്നധികം സമയമൊന്നുമില്ല. ഈ അവസാന നിമിഷങ്ങളിൽ സാത്താൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഉള്ള ഒരു ഇതിൽ സിംഹത്തെ പോലെ, അലറുന്ന സിംഹത്തെ പോലെ നമുക്ക് ചുറ്റും ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് നടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ അടയാളം ധരിക്കാതെ അവൻ്റെ മുമ്പിലെങ്ങാലും ചെന്ന് പെട്ടാൽ കഴിഞ്ഞു, അവൻ നമ്മെ കൊണ്ടുപോകും. അവൻ വലിച്ചുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അതിനാൽ നിങ്ങൾ ചിന്തിക്കണം, ശബത്ത് ദൈവത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ ശബത്ത് ഞാൻ ആചരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് ഉഴപ്പുന്ന ഏതെങ്കിലും ആത്മീയ സഹോദരന്മാർ ഉണ്ട് എങ്കിൽ അത് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ദേവാലയമായ ശരീരത്തിന് ദൈവത്തിന് യാഗമർപ്പിക്കണം. ആ യാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. ദൈവവചനം വായിക്കൽ, ദൈവത്തിന് വേണ്ടി സമയം കണ്ടെത്തൽ, ആബയോട് സംസാരിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എപ്പോഴും നമ്മളുടെ ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കണം. അതാണ് അവരോടുള്ള പറയാനുള്ള ടിപ്സ്.
ഇനി ശബത്ത് നാളെയാകാം എന്ന് വിചാരിച്ചിരിക്കുന്ന സഹോദരന്മാരോടാണ് ഞാൻ പറഞ്ഞത്, ഇനി നമുക്ക് അധികം സമയമില്ല. നാളേക്ക് വേണ്ടി കാത്തിരുന്നാൽ ഒരു പക്ഷെ അത് നടക്കില്ല. ഈ സാത്താൻ നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ ദൈവം അടയാളമിട്ട് തിരിച്ചു വെച്ചിരിക്കുന്ന ശബത്ത് ആചരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടു സഹോദരന്മാർക്കും ഒരിക്കൽ കൂടി ശബാത്ത് ശലോം. ഇനി ഞാൻ ഇന്ന് സംസാരിക്കാൻ നിങ്ങളോട് പോകുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ ആത്മാക്കളെ കുറിച്ച്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലർ ചിരിക്കും അല്ലേ, ദൈവത്തിന് ആത്മാക്കളോ, അറിവില്ലാത്തവർ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ള മറ്റു രൂപങ്ങളാണോ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിലർ ചിന്തിച്ച് വരുന്നത്. ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ബൈബിള് വായിച്ച് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായിരിക്കണം. അപ്പം അങ്ങനെയുള്ളവർക്കേ ദൈവം ഇത് കത്തിച്ച് തരുള്ളൂ, ഇത് മനസ്സിലാക്കി തരുള്ളൂ. നാം ഭൂമിയിൽ മറ്റുള്ളവരെ കാണുന്നത് എങ്ങനെയാണ്? ജഡത്തിലായിരിക്കും അല്ലേ. അതായത് ഇതെൻ്റെ മകനാണ്, മകളാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ അപ്പനാണ്. അപ്പോൾ ആ ജഡത്തിലാണ് നമ്മളെല്ലാം അവരെ കാണുന്നത്. നമ്മൾ അവരായിട്ട് വഴക്കിടാം, അവരായിട്ട് സ്നേഹിക്കാം. അപ്പം അതൊക്കെ ജഡത്തിൽ കണ്ടിട്ടാണല്ലേ. പക്ഷേ അവർക്കെല്ലാം അവരുടെ ആ ശരീരത്തിന് ഉള്ളിൽ ആത്മാവ് ഉണ്ട്. അപ്പോൾ ആ ആത്മാവിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ്. അതായത് ഇത് മനസ്സിലാകണമെങ്കിൽ ആദ്യം തന്നെ നമ്മളിൽ ഒരു ആത്മാവുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ ശരീരത്തിനുള്ളിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ആത്മാവുണ്ട്. അപ്പം നമുക്ക് ആ ആത്മാവിനോട്, നമ്മുടെ ദൈവത്തോട് കുറേ കടമകളുണ്ട്. നമ്മുടെ ഈ ദൈവം നമുക്ക് തന്ന ഗിഫ്റ്റായ ആ ആത്മാവിനെ സംരക്ഷിച്ച് കൊണ്ടുപോകുവാനുള്ള കുറേ കടമകളും കൂടി നമുക്കുണ്ട്. ഇപ്പം ആത്മാവുണ്ടെന്ന് പറയുമ്പോൾ പലരും കളിയാക്കും അല്ലേ. ഈ ആത്മാവ് എവിടെ ഇരിക്കണേ? തലയിലാണോ, ഹൃദയത്തിലാണോ, അതോ മനസ്സിലാണോ? മനസ്സ് അല്ലേ, അല്ലെങ്കിൽ സ്വഭാവം. അപ്പം അതൊക്കെ ഫീഡ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം അതെന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നതിന് 3 കാര്യങ്ങളുണ്ട്. ആ മനുഷ്യനിൽ 3 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതായത് ശരീരം, പിന്നെ ആത്മാവ് അഥവാ സ്പിരിറ്റ് എന്ന് പറയും, ജീവൻ, പ്രാണൻ അല്ലേ, അതിന് സോൾ എന്ന് പറയും. അപ്പോൾ ഇതാണ് ഈ 3 കാര്യങ്ങളും കൂടി ചേർന്നാലാണ് ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കുന്നത്. ഇത് ബൈബിളിൽ പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് 1 തെസ്സലോനിക്ക 5:23 പറയുന്നുണ്ട്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യഹോശുവ മിശിഹായുടെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടും വണ്ണം കാക്കുമാറാകട്ടെ. അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മളുടെ ആബ വരാൻ പോവാണ്, നമുക്കതറിയാം അല്ലേ. അപ്പോൾ ആബയുടെ വരവിനായിട്ട് ഒരുങ്ങുന്ന നമുക്ക് സ്വന്തമായിട്ട് കാക്കാൻ, സൂക്ഷിക്കാൻ 3 കാര്യങ്ങളുണ്ട്. അവിടെ പറയുന്നതാണ് ആത്മാവ്, പ്രാണൻ, ദേഹം. ഇത് 3ഉം അവിടെ വചനത്തിൽ പറയാം. അപ്പോൾ ഈ 3നെയും കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ സൂക്ഷിച്ചു കൊണ്ട് നടക്കണം. അനിന്ദ്യമായി വെളിപ്പെടാൻ, നിന്ദ്യമല്ലാത്ത വിധത്തിൽ വെളിപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് അതിനെ കാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട്. ദേഹം അഥവാ ശരീരം. അപ്പം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ. ശരീരം എന്താണ്? നമ്മുടെ ശരീരം, കൈ, കാല്, കണ്ണ്, മൂക്ക്, അതൊക്കെ അടങ്ങിയ നമ്മുടെ ശരീരമാണ് ശരീരം. മറ്റ് 2 കാര്യങ്ങളാണ്, അതായത് ആത്മാവ്, സ്പിരിറ്റ്, പിന്നെ പ്രാണൻ അഥവാ ജീവൻ, അതിനെ സോൾ എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ എന്ന് സംശയിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അതായത് ആത്മാവ് എന്നത് ശരീരത്തിന് ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ ശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. അത് തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്, സ്പിരിറ്റും സോളും തമ്മിലുള്ള വ്യത്യാസം. അതായത് നമ്മുടെ ശരീരത്തിന് ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ ശ്വാസമാണ് ആത്മാവ്. അതെങ്ങനെയാണെന്ന് ബൈബിളിൽ പറയണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉൽപ്പത്തി 2:7 പറയാണ്, ദൈവം മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആ ജീവശ്വാസമാണ് ആത്മാവ്. അപ്പം ഈ വചനത്തിലും 3ഉം കാണാൻ സാധിക്കും. എന്ത്? ജീവശ്വാസം, അതായത് ആത്മാവ്, ദേഹം, ജീവൻ, അതായത് പ്രാണൻ എന്നിങ്ങനെ.
മനസ്സിലായോ? ഇനി അതിലാർക്കും കാണാൻ പറ്റാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യുന്ന ഒരു ജീവശ്വാസമാണ് ആത്മാവ്. ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി എന്ന് പറയുന്നത് ലോകം അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ കാണും അല്ലേ, നമ്മുടെ ബോഡിയിൽ, ശരീരത്തിൽ. അപ്പം ശരീരം എന്ന് പറയുന്നത് ലോകം അറിയാൻ. എന്നാൽ സോൾ എന്ന് വെച്ചാൽ ജീവൻ അഥവാ പ്രാണൻ, അത് എന്തിനാണ്? സ്വയം അറിയാൻ. സ്വയം എന്തോ ഒരു ശ്വാസം അല്ലേ, ഞാൻ കുറേ മരണങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാ, എന്തോ ഒരു അത്ര നേരം അനങ്ങിക്കൊണ്ടിരുന്ന, അത്ര നേരം ശ്വാസം വലിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനിൽ നിന്ന് എന്തോ ഒരു പ്രാണവായു അല്ലേ, എന്തോ ഒരു സാധനം അങ്ങോട്ട് പോയി. ചിലർ ദീർഘനിശ്വാസം വലിക്കുന്ന കാണാം മരിക്കുന്ന നേരത്ത് എന്ന് പറഞ്ഞിട്ട് അതോടുകൂടി പരിപാടി ചെയ്യും. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്വയം അറിയാനായിട്ട് പ്രാണൻ, അപ്പോൾ അതാണ് ജീവൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റാണ് സ്പിരിറ്റ് അഥവാ ആത്മാവ്. അത് എന്തിനാണെന്ന് വെച്ചാൽ ദൈവത്തെ അറിയാനാണ്. ദൈവത്തെ അറിയാനാണ് ഈ ആത്മാവ് ഉള്ളത്. അപ്പോൾ ആത്മാവും സോളും വ്യത്യാസമുണ്ട്. ആത്മാവ് സ്പിരിറ്റാണ്, സോൾ എന്ന് പറയുന്നത് ആ പ്രാണൻ, ജീവൻ, അതാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഞാൻ ഈ പറയുന്ന വാചനങ്ങളിലൂടെ എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാനുള്ള നമ്മുടെ ശരീരത്തിലെ ഒരു ഭാഗമാണ് ഈ ആത്മാവ്. അത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇനി നമുക്ക് ദൈവത്തിലേക്ക് വരാം. ഇതൊക്കെ നമ്മുടെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് അല്ലേ, ഇത്ര നേരം പറഞ്ഞത്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് നമ്മുടെ അറിവ് അപ്രാപ്യമാണല്ലേ. അതായത് അവിടുത്തെ വല്ലഭത്വം മനസ്സിലാക്കാൻ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ അസാധ്യമാണ്. എങ്കിലും ബൈബിൾ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പലർക്കും അത് അറിയാവുന്നതായിരിക്കും. അതായത് നമുക്ക് യോഹന്നാൻ 4:24 അവിടെ എഴുതിയിട്ടുണ്ടല്ലേ, ദൈവം ആത്മാവാകുന്നു. നമുക്കറിയും ചെയ്യാം, നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട് ദൈവം ആത്മാവാകുന്നു. അപ്പോൾ അവിടെ എഴുതിയേക്കാണ് ദൈവം ആത്മാവാകുന്നു, അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പോൾ ഇത് യേശുവ പറഞ്ഞിട്ടുള്ള കാര്യമാണ് യോഹന്നാനിൽ. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും വേണം, അല്ലാണ്ട് ദൈവവുമായിട്ട് അടുത്തെത്താൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ആത്മാവിനാൽ നാം ദൈവത്തെ അന്വേഷിച്ചാലേ നമുക്ക് ദൈവത്തെ കണ്ടെത്താനാകൂ. കാരണം എന്താ? ദൈവം ആത്മാവാണ്. കുറച്ച് ഡീപ്പായിട്ട് നമുക്കിനി പോകാം. അതായത് ദൈവത്തിന് എത്ര ആത്മാക്കളുണ്ട് എന്നുള്ള ഒരു ഇതിലേക്ക്. നമുക്കറിയാം ഒരു ആത്മാവേ ഉള്ളൂ അല്ലേ. എന്നാൽ ദൈവത്തിന് 7 ആത്മാക്കളുണ്ട് എന്നാണ് ബൈബിളിൽ പറയുന്നത്. അതായത് കറക്റ്റായിട്ട് 7 ആത്മാക്കൾ ഏതൊക്കെയാണ് എന്ന് ഏശയ്യ 11:2 പറയുന്നത്. എങ്കിലും പിന്നീട് നമുക്ക് വെളിപാട് വായിച്ചു നോക്കിയാൽ അവിടെ ആവർത്തിച്ച് നമുക്ക് പറയുന്നത് കാണാൻ സാധിക്കും. കർത്താവിന് 7 ആത്മാവ്, ദൈവത്തിന് 7 ആത്മാവാണ് ഉള്ളതെന്ന്. അത് നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. വെളിപാട് 1:4 ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യഹോശുവ മിശിഹായിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അതാണ് അതിൻ്റെ ആ ഒരു വാക്യം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കുന്നേ? ദൈവത്തിന് 7 ആത്മാവുണ്ട് അവിടെ പറയുന്നുണ്ടല്ലേ. പിന്നെ ഈ 7 ആത്മാക്കളിൽ നിന്നുമാണ് യേശുവായുടെ ജനനം ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായോ? വീണ്ടും പറയുകയാണ്, വെളിപാട് 3:1 ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. അപ്പം ഇത് യേശുവായെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്, ദൈവത്തിൻ്റെ 7 ആത്മാവും കൂടിയതാണ് യേശുവ എന്ന്. ഇനി വെളിപാട് 4:5 ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ ജ്വലിച്ചു കൊണ്ടിരുന്നു. അപ്പം അവിടെ നമുക്ക് മനസ്സിലാക്കാം ദൈവത്തിന് 7 ആത്മാവുണ്ട് എന്ന് സത്യം. വെളിപാട് 5:6 ഞാൻ സിംഹാസനത്തിന് മുൻപിൽ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണും ഉണ്ട്. അവിടെ എഴുതിയേക്കാം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഇതും നമ്മുടെ യേശുവായെ പറ്റി തന്നെ പറയുന്നത്, യഹോശുവ മിശിഹായെ പറ്റി പറയുന്നത്. അപ്പോൾ ഈ എല്ലാ വചനങ്ങളും വിരൽ ചൂണ്ടുന്നത് 2 കാര്യങ്ങളിലേക്കാണ്. ഒന്ന്, ദൈവത്തിന് 7 ആത്മാവുണ്ട്. ഇനി ഈ 7 ആത്മാവും യഹോശുവ മിശിഹായിൽ കൂടിച്ചേരുന്നു.
എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ 7 ആത്മാക്കൾ എന്താണ്, അതേതെല്ലാമാണെന്ന് നോക്കാം. അവിടെയാണ് നമ്മൾ പഴയ നിയമത്തിലെ ഏശയ്യ 11:2 പറയുന്നുണ്ട്, ഈശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവൻ്റെ മേൽ അദോനയുടെ ആത്മാവ് ആവസിക്കും. എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് ഈ 7 ആത്മാക്കൾ ഏതൊക്കെയാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. 1 അദോനയുടെ ആത്മാവ്, 2 ജ്ഞാനത്തിൻ്റെ ആത്മാവ്, 3 വിവേകത്തിൻ്റെ ആത്മാവ്, 4 ആലോചനയുടെ ആത്മാവ്, 5 ശക്തിയുടെ ആത്മാവ്, 6 പരിജ്ഞാനത്തിൻ്റെ അതായത് അറിവിൻ്റെ ആത്മാവ്, 7 ഭക്തിയുടെ ആത്മാവ്. അങ്ങനെ 7 ആത്മാക്കൾ അവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ദൈവം ആത്മാവാകുന്നു. അതിനാൽ ആത്മാവിനാൽ നാം ദൈവത്തെ അന്വേഷിക്കാൻ ശ്രമിക്കണം എന്നല്ല, അന്വേഷിച്ചാലേ കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലാതെ ശാരീരികമായിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ കാണിക്കുന്ന ഈ പെന്തക്കൊസ്ത, കത്തോലിക്കരെന്ന് വേണ്ട സകല സഭയിലും അഭിനയിച്ച് തകർക്കുന്ന എല്ലാ കോമാളികൾക്കും ദൈവത്തെ അറിയാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. അവരറിഞ്ഞ ദൈവം അല്ലേ? അപ്പം നിങ്ങൾ പറയാം അവർ സുഖപ്പെടുത്തുന്നു, അവരങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പം അവരറിഞ്ഞ ദൈവം ദൈവമല്ല, സാത്താനാണ്. അവരറിഞ്ഞ ദൈവത്തിൻ്റെ നാമത്തിൽ അവർ അത്ഭുതങ്ങൾ ചെയ്യുന്നു, പലതും രോഗശാന്തികൾ സംഭവിക്കുന്നു ഇല്ലേ, പലതും സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം അവരെ അറിയുന്നില്ലല്ലോ. ദൈവം അവരെ അറിയുന്നില്ലല്ലോ. അപ്പോൾ അവർ വിളിച്ചത് യഥാർത്ഥ ദൈവത്തിനെ അല്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയോ? അതായത് മത്തായി 7:22 പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും അങ്ങയുടെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ലയോ, ഞങ്ങൾ ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. യേശുവയുടെ വാക്കുകളാണ്. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്തു പറയും. ഇതാണ് ആ വാക്യം, മത്തായി 7:22. അപ്പോൾ ഇതിൽ ഈ പുരോഹിതന്മാരും ഈ സഭയിലും പല സഭയിലും പെട്ട പാസ്റ്റർമാരും എല്ലാവരും വിളിച്ചു പറയുകയാണ്, അങ്ങയുടെ നാമത്തിലല്ലേ, അങ്ങയെന്നല്ലല്ലോ, അത് നമ്മൾ ബഹുമാനപൂർവ്വം വിളിക്കുന്നത്, അവർ വിളിക്കുന്നത് നീ എന്നാണ്. നിന്റെ നാമത്തിലല്ലേ ഞങ്ങൾ ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചത്, ഞങ്ങൾക്ക് അത്ഭുതങ്ങളൊക്കെ നടന്നു കിട്ടിയല്ലോ, നിന്റെ പേര് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ പ്രസംഗിച്ചത്, അപ്പോൾ ഞങ്ങൾക്ക് സൗഖ്യം കിട്ടിയല്ലോ, എന്നിട്ട് എന്താ നീ അറിയാത്തെ? അപ്പനെ കയറിയാണ് നീ എന്ന് വിളിക്കുന്നേ, അത് വേറെ സ്വഭാവം. അപ്പോൾ ദൈവം പറയാണ്, ഞാൻ നിങ്ങളെ അറിയില്ലെന്നേ. അപ്പം അതെന്താ അങ്ങനെ? അപ്പം ഇവർ വിചാരിച്ച ദൈവം യഥാർത്ഥ ദൈവമല്ല, ഇവർ ആരാധിച്ച ദൈവം യഥാർത്ഥ ദൈവമല്ല. ഇവർ സുഖപ്പെടുത്തിയത് ആരുടെ നാമത്തിലാണോ ആ നാമവും ദൈവത്തിൻ്റെതല്ല എന്നതല്ലേ സത്യം. മനസ്സിലായോ? സ്വർഗത്തിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതും വളരെ ചെറുതും കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഈ ഭൂലോകം മൊത്തം പോണ വഴിയാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ അത് നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് സ്പഷ്ടമല്ലേ? അവരുടെ ദൈവം സാത്താനാണെന്ന് സ്പഷ്ടമല്ലേ? അവർ വിളിക്കുന്ന നാമവും സാത്താൻ്റെ നാമമാണെന്ന് സ്പഷ്ടമല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞതല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് അറിയാതെ സ്വന്തം ഇഷ്ടപ്രകാരം കാണിച്ചു കൂട്ടുന്ന ഈ കോമാളിത്തരങ്ങൾക്ക് ദൈവം കൂട്ടു നിൽക്കില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം അതെവിടെ എഴുതി വെച്ചേക്കുന്നേ? നമുക്കറിയാം, അത് ദൈവത്തിൻ്റെ പുസ്തകമായ ബൈബിളിൽ അവിടുത്തെ വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ അതനുസരിച്ചല്ലേ ജീവിക്കണ്ടേ? അല്ലാതെ ആ വചനത്തിന് വേറെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് അത് പുതുക്കി സഭ ഇങ്ങനെ ആക്കി എന്ന് പഠിപ്പിക്കുന്ന ആ വ്യാജം, എന്താ പറയുക, മനുഷ്യനെ പൊട്ടനാക്കുന്നത് അല്ലേ. അപ്പം അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും ദൈവാത്മാവ് തന്നെ കൂടെ വേണം. നമ്മൾക്ക് ശരിക്കും നമ്മളുടെ അപ്പനോട് നന്ദി പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നമ്മൾക്ക് ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്നതിന് അല്ലേ. ഒരു കാലത്ത് നമ്മളും ഇവരെയൊക്കെ വിശ്വസിച്ച് ഇവരുടെ പിന്നാലെ പോയിരുന്നതാണ്. അതിലും തിരിച്ചു കൊണ്ടുവന്ന് നമ്മളെയൊക്കെ ഈ സത്യം മനസ്സിലാക്കിപ്പിച്ച് തന്നില്ലേ നമ്മുടെ അപ്പൻ. അപ്പോൾ ദൈവാത്മാവ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം അതിനായിട്ട് ആത്മാവുള്ളവനായിട്ട് വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ട്, ശരീരത്തിലല്ല ചിന്തിക്കേണ്ടത്.
അപ്പോഴേ വിഗ്രഹാരാധനയും സഭയിൽ നടക്കുന്ന എല്ലാ മ്ലേച്ഛതകളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ശബത്തിൻ്റെ പ്രത്യേകതയും മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ റോമ 1:22 പറയുന്ന പോലെ ജ്ഞാനികൾ എന്ന് ഭാവിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോകുമെന്ന് പറയുന്നുണ്ടല്ലേ, അത് ഇവരെ കുറിച്ച് പറയുന്നതാ. അതുപോലെ നമ്മളുമായി പോയേനെ. സ്വന്തം ദൈവത്തിൻ്റെ പേര് പോലും അവർക്ക് കിട്ടിയിട്ടില്ല ഇത്ര നാളായിട്ടും. പല പേരിട്ട് വിളിക്കുന്നേ. മനുഷ്യരായ നമുക്കെല്ലാം ഒരു പേരുള്ളപ്പോൾ, സാത്താന് പോലും ഒരു പേരുള്ളപ്പോൾ, സർവശക്തനായ ദൈവത്തിനെ പല പേരിട്ട് വിളിക്കുന്ന ആ ഒരു സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കി. അറ്റ്ലീസ്റ്റ് ഞാൻ ആരാധിക്കുന്ന ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ, യഹൂദനായിരുന്നപ്പോൾ സ്വീകരിച്ചിരുന്ന പേര് എന്തായിരുന്നു എന്നുള്ളൊരു ജിജ്ഞാസ എങ്കിലും ഈ പുരോഹിതന്മാർക്കോ സഭയിലെ അധികാരികൾക്കോ പാസ്റ്റർമാർക്കോ ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണെന്ന് വിചാരിച്ച് നടക്കുന്നവർക്കോ ഉണ്ടായോ? ഇല്ലല്ലോ. യേശുവാ എന്നായിരുന്നു. നിങ്ങൾ യേശു അല്ലെങ്കിൽ എന്തിട്ടാ ഈ പേര് ഞാൻ പറയണില്ല, എന്തൊക്കെ പേരുകളാ അല്ലേ, പല 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 പേരിട്ട് വിളിക്കുന്നില്ലേ. യേശു ക്രിസ്തു, യേശു ഈസ എന്ന് വേണ്ട എന്തൊക്കെയോ, ജീസസ്, അത് ഇംഗ്ലീഷിലപ്പോൾ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, യേശുവാ എന്നായിരുന്നു ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച ദൈവത്തിൻ്റെ പേര്. അപ്പം ആ പേര് പോലും അറിയാത്ത അവരുടെ അടുത്ത്, ഈ അടിസ്ഥാന കാര്യങ്ങൾ പോലും അറിയാത്ത അവരുടെ അടുത്ത് സ്വന്തം ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ നോക്കി, പിന്നെ എന്തായിരിക്കും ആ അവസ്ഥ? കല്ലിലും മണ്ണിലും ദൈവമുണ്ട്, സർവശക്തനായ ദൈവം. ദൈവത്തിൻ്റെ വല്ലഭത്തെ പറ്റി മനുഷ്യബുദ്ധി കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ. അതായത് ദൈവത്തിൻ്റെ ആത്മാവിനെ നിർവചിക്കാനുള്ള, അവിടുത്തെ വല്ലഭത്വം മനസ്സിലാക്കാനുള്ള ഒരു മനുഷ്യബുദ്ധി ജനിച്ചിട്ടില്ല. നമുക്കറിയില്ല അതൊന്നും. 1 രാജാക്കന്മാർ 8:27 വായിച്ചാലറിയാം. സ്വർഗത്തിലും ഭൂമിയിലും ദൈവത്തിൻ്റെ ആത്മാവ് ഒരേ സമയം പ്രബലപ്പെട്ട് കിടക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ആത്മാവിനെ അവർ വിളിച്ചിട്ട് ഇത് ചെയ്യേ, അത് ചെയ്യേ, നീയ്, അവൻ എന്നൊക്കെ വിളിച്ച് കുപ്പിയിലെ ഭൂതത്തെ പോലെ വിളിച്ച് അപേക്ഷിച്ച അപ്പം അത് ഒന്ന് ചിന്തിച്ച് നോക്ക്, അത് പറ്റുമോ? ഇനി പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടി ഇത് കൈയിട്ട് വാരി വലിയ വലിയ പള്ളികളൊക്കെ സ്ഥാപിച്ച് രൂപതാ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കർത്താവിൻ്റെ ആത്മാവിനെ കുടിയിരുത്താൻ നോക്കിയാൽ സാധിക്കുമോ? മണ്ണിൻ്റെയും കല്ലിൻ്റെയൊക്കെ പ്രതിമയുണ്ടാക്കി, മരത്തിൻ്റെയൊക്കെ ഉണ്ടാക്കി അതിലേക്ക് കർത്താവിനെ, ഇത്രയും സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവിനെ അതിലേക്ക് കയറ്റാൻ നോക്കിയ, അന്നം വെള്ളമൊക്കെ തെളിച്ച് വെഞ്ചിരിച്ച് അല്ലേ, അതിലേക്ക് കയറ്റാൻ നോക്കിയ അത് സാധിക്കുമോ? അത് പറ്റുമോ? വിഡ്ഢിയായ മനുഷ്യ ചിന്തിക്ക്. മണ്ണ് കൊണ്ടുണ്ടാക്കിയ നിന്നുണ്ടാക്കിയ ദൈവത്തിനെ മണ്ണുകൊണ്ട് തിരിച്ചുണ്ടാക്കാൻ നിനക്ക് പറ്റുമോ? നിന്നെ ഉണ്ടാക്കിയത് മണ്ണുകൊണ്ടാണ്, സമ്മതിച്ചു എന്ന് വിചാരിച്ച് നിന്നെ ഉണ്ടാക്കിയ ദൈവത്തെ പിടിച്ച് മണ്ണുകൊണ്ടുണ്ടാക്കാൻ നിനക്ക് സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ വിഡ്ഢികളെ തിരിച്ചു വായോ, സഭകൾ വിട്ടെറിഞ്ഞ് തിരിച്ചു വാ, എന്നിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്ക്, ആത്മാവിൽ തിരിച്ചു വാ. കഥകടച്ച് ദൈവം, യേശുവായി നമ്മുടെ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നേ അല്ലേ. കഥകടച്ച് രഹസ്യത്തിലായി നീയും നിന്റെ പിതാവുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാനാണ് പറഞ്ഞേക്കുന്നേ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് കാണിക്കുന്ന ഈ ശാരീരിക ചേഷ്ടകളും കല്ലല്ലിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൗണ്ട് എടുക്കലും, ആ പരിശുദ്ധാത്മാവ് ദേ വന്നു, കാറ്റിൻ്റെ രൂപത്തിൽ വന്നു, അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് ധ്യാനങ്ങളും, അതിലൂടെ ഒന്നല്ല നമ്മൾ ദൈവത്തെ കണ്ടെത്തുക. അതിലൊക്കെ വരുന്നത് വേറെ ആൾക്കാരാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വിളിക്കുന്നത് സാത്താനെയാണ്. അപ്പോൾ നിങ്ങൾ ആത്മാവിൽ തിരിച്ചു വന്ന് ആത്മാവുള്ളവനായിട്ട് ആത്മാവായ ദൈവത്തിനെ അന്വേഷിക്കുക. അപ്പോഴാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുള്ളൂ. അപ്പം ഞാൻ നിർത്താണ്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു ആത്മാവുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വിളിക്കുന്ന ദൈവവും ഒരു ആത്മാവാണ്. അപ്പോൾ ആത്മാവിനാൽ ദൈവാത്മാവിനെ അന്വേഷിച്ചാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ, ശാരീരികമായ പല ചേഷ്ടകൾ കൊണ്ടല്ല. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നിർത്തുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ആത്മാവുള്ളവർക്ക് അപ്പോൾ ശബത്ത് പറഞ്ഞാലും മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയവരെ ശബത്ത് ആചരിക്കാനും ആഗ്രഹിക്കുകയുള്ളൂ. അല്ലാണ്ട് ശാരീരികമായിട്ട് ചിന്തിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല, അതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല.
അപ്പോൾ ഞാൻ നിർത്താണ്. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ആത്മാവ് എന്നതിന് ഹീബ്രുവിൽ പറയുന്നത് റൂവാഗ് എന്നാണ്. റൂഹ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും, നല്ലത് ശരിക്കും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് റൂവാഗ് എന്നാണ്. അതിൻ്റെ സ്പെല്ലിങ് ROO റൂ ആഖ്, അത് കൊലിക്കുന്ന ആഖ് എന്നുള്ള സൗണ്ടാണ്, അതായത് AKH റൂവാഖ് എന്നാണ് വരുന്നത് കേട്ടോ, ആത്മാവ്. പിന്നെ പ്രാണൻ, ഞാൻ പറയില്ല ആത്മാവും പ്രാണനും വ്യത്യാസമുണ്ട്, സോള് ജീവൻ, അതിനെ പറയുന്ന പേരാണ് നെഫേഷ്, NEPHESH, നെഫേഷ് എന്നാണ് അതിനെ ഉച്ചരിക്കുക. അപ്പോൾ ഇത്ര നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും തോതാറപ്പ ശബത്ത് ആചരിക്കുന്ന എൻ്റെ എല്ലാ ആത്മീയ സഹോദരർക്കും കൂട്ടു സഹോദരങ്ങൾക്കും എല്ലാം ശബാത്ത് ശലോ തോതാബ്ജി.